നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു സിമ്പിൾ ടോപ്പിക്കാണ്. എഡ്യൂക്കേഷൻ സൈക്കോളജി കുട്ടികളുടെ വ്യവഹാരത്തെക്കുറിച്ച് അല്ലെങ്കിൽ കുട്ടികളുടെ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കാനായിട്ട് ഒരുപാട് മെത്തേഡുകൾ ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ. ജസ്റ്റ് ലൈക്ക് ഒബ്സർവേഷൻ, കേസ് സ്റ്റഡി, അല്ലെങ്കിൽ സർവേ മെത്തേഡോ ഇൻ്റർവ്യൂ മെത്തേഡൊക്കെ. അപ്പോൾ അതിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട രീതിയായ നിരീക്ഷണ രീതി അല്ലെങ്കിൽ ഒബ്സർവേഷൻ മെത്തേഡ് എന്താണെന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഒബ്സർവേഷനും അതിൻ്റെ മെറിറ്റ്സും എന്തെല്ലാമാണൊക്കെ നമുക്കൊന്ന് പഠിക്കാം. ഇനി നമുക്ക് ഒബ്സർവേഷൻ മെത്തേഡ് എന്താണെന്ന് നോക്കാം. ഒബ്സർവേഷൻ മീൻസ് ദ എക്സാമിനേഷൻ ഓഫ് സംതിങ് എസ്പെഷ്യലി ഫോർ ദ പർപ്പസ് ഓഫ് കളക്ടിങ് ഡേറ്റ. അപ്പോൾ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് എന്താണ്? ദ എക്സാമിനേഷൻ ഓഫ് സംതിങ്. ഇവിടെ എന്താണ് എക്സാമിൻ ചെയ്യുന്നത്? ഒന്നിലെ ഒരു ഒബ്ജക്റ്റ് ആവാം, അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റിയോ, അതല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻറ്റോ, അല്ലെങ്കിൽ ഒരു കുട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി, അതിനെ കീനായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു അല്ലെങ്കിൽ ശ്രദ്ധിച്ച് നിരീക്ഷിക്കുന്നു. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ പർപ്പസ് ഓഫ് കളക്ടിങ് ഡേറ്റ. അപ്പം ആ കുട്ടിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ കുട്ടിയുടെ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട കൃത്യമായി നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി ആ ഡേറ്റാസ് കളക്ട് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. വ്യക്തിയുടെ വ്യവഹാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നേരിട്ട് നിരീക്ഷിക്കുന്ന പഠന രീതി. വ്യക്തിയുടെ വ്യവഹാരം എന്ന് പറയുന്നത് ബിഹേവിയർ. അപ്പം ഒരു കുട്ടി എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒബ്സർവ് ചെയ്യുന്ന രീതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഒബ്സർവേഷൻ മെത്തേഡ് അല്ലെങ്കിൽ നിരീക്ഷണ രീതി എന്ന് പറയുന്നത്. എങ്ങനെ ഒബ്സർവ് ചെയ്യണം എന്നാണ് പറയുന്നത്? നേരിട്ട് നിരീക്ഷിക്കണം. അപ്പോൾ ഒരു വ്യക്തി ചുമ്മാ എന്തെങ്കിലും നടക്കുന്നു കണ്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കണ്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ റിപ്പോർട്ട് എഴുതുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് വ്യക്തിയുടെ വ്യവഹാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ആ ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നേരിട്ട് നിരീക്ഷിക്കുന്ന പഠന രീതിയാണ്. അപ്പോൾ എങ്ങനെ വേണം ഒബ്സർവ് ചെയ്യാനായിട്ട്? ഡയറക്റ്റ് ഒബ്സർവേഷൻ വേണം അല്ലേ. നേരിട്ട് നിരീക്ഷിക്കുന്ന പഠന രീതിനെയാണ് നിരീക്ഷണ പഠന രീതി അല്ലെങ്കിൽ ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്ക് ഒബ്സർവേഷൻ മെത്തേഡ് എന്താണെന്ന് നോക്കാം. ഒബ്സർവേഷൻ മീൻസ് ദ എക്സാമിനേഷൻ ഓഫ് സംതിങ് എസ്പെഷ്യലി ഫോർ ദ പർപ്പസ് ഓഫ് കളക്ടിങ് ഡേറ്റ. അപ്പോൾ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് എന്താണ്? ദ എക്സാമിനേഷൻ ഓഫ് സംതിങ്. ഇവിടെ എന്താണ് എക്സാമിൻ ചെയ്യുന്നത്? ഒന്നിലെ ഒരു ഒബ്ജക്റ്റ് ആവാം, അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റിയോ, അതല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻറ്റോ, അല്ലെങ്കിൽ ഒരു കുട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി, അതിനെ കീനായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു അല്ലെങ്കിൽ ശ്രദ്ധിച്ച് നിരീക്ഷിക്കുന്നു. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ പർപ്പസ് ഓഫ് കളക്ടിങ് ഡേറ്റ. അപ്പം ആ കുട്ടിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ കുട്ടിയുടെ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട കൃത്യമായി നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി ആ ഡേറ്റാസ് കളക്ട് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. വ്യക്തിയുടെ വ്യവഹാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നേരിട്ട് നിരീക്ഷിക്കുന്ന പഠന രീതി. വ്യക്തിയുടെ വ്യവഹാരം എന്ന് പറയുന്നത് ബിഹേവിയർ. അപ്പം ഒരു കുട്ടി എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒബ്സർവ് ചെയ്യുന്ന രീതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഒബ്സർവേഷൻ മെത്തേഡ് അല്ലെങ്കിൽ നിരീക്ഷണ രീതി എന്ന് പറയുന്നത്. എങ്ങനെ ഒബ്സർവ് ചെയ്യണം എന്നാണ് പറയുന്നത്? നേരിട്ട് നിരീക്ഷിക്കണം. അപ്പോൾ ഒരു വ്യക്തി ചുമ്മാ എന്തെങ്കിലും നടക്കുന്നു കണ്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കണ്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ റിപ്പോർട്ട് എഴുതുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് വ്യക്തിയുടെ വ്യവഹാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ആ ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നേരിട്ട് നിരീക്ഷിക്കുന്ന പഠന രീതിയാണ്. അപ്പോൾ എങ്ങനെ വേണം ഒബ്സർവ് ചെയ്യാനായിട്ട്? ഡയറക്റ്റ് ഒബ്സർവേഷൻ വേണം അല്ലേ. നേരിട്ട് നിരീക്ഷിക്കുന്ന പഠന രീതിനെയാണ് നിരീക്ഷണ പഠന രീതി അല്ലെങ്കിൽ ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. Observation must be specific, systematic, quantitative and recorded immediately. ഒബ്സർവേഷൻ എങ്ങനെയായിരിക്കണം? മസ്റ്റ് ബി സ്പെസിഫിക്. ഒരു കൃത്യത ഉണ്ടാകണം അല്ലേ. നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ എന്താണ് നിരീക്ഷിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം കൃത്യമായി പ്ലാൻ ചെയ്യണം. അല്ലെങ്കിൽ നമ്മളൊരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന ഒരു കുട്ടിയെ ഒബ്സർവ് ചെയ്തുകൊണ്ട സമയത്ത് അവിടെ മറ്റെന്തെങ്കിലും നടന്നു, നമ്മൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ശ്രദ്ധ മാറിപ്പോകും, അല്ലെങ്കിൽ അവിടെ നടക്കുന്ന എന്താ, നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന എന്താണെന്നുള്ള കാര്യം മറന്നു പോകുന്നൊരവസ്ഥ. അപ്പം അങ്ങനെയൊന്നും ഉണ്ടാവരുത്. എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് കൃത്യമായി നമുക്ക് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് ആയിരിക്കണം. സിസ്റ്റമാറ്റിക് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ തയ്യാറെടുപ്പുകളൊക്കെ ചെയ്യണം. എന്തെല്ലാം കാര്യങ്ങൾ, ഏതെല്ലാം വശങ്ങൾ നമ്മൾ കുട്ടിയുടെ ഒബ്സർവ് ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെ വേണം കുട്ടിയെ ഒബ്സർവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി പ്ലാൻ ചെയ്ത് വേണം പോകാനായിട്ട്. അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആയിരിക്കണം. ആ ഒബ്സർവ് നമ്മൾ എന്താണ് ഒബ്സർവ് ചെയ്തതെന്ന് നമുക്ക് അളക്കാൻ പറ്റണം.
റെക്കോർഡഡ് ഇമ്മീഡിയറ്റ്ലി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? റെക്കോർഡഡ് ഇമ്മീഡിയറ്റ്ലി. അപ്പം നമ്മൾ എന്താണോ ഒബ്സർവ് ചെയ്തത് അത് അപ്പോൾ തന്നെ ആ ഡേറ്റ, നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റയൊക്കെ കൃത്യമായിട്ട് എഴുതി സൂക്ഷിക്കണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൃത്യമായി റെക്കോർഡ് ചെയ്ത് വെക്കണം. അത് പറയാനുള്ള കാരണം എന്താണ്? അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ, കുറച്ച് ദിവസം കഴിഞ്ഞോ അല്ലെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞോ നമ്മൾ അതിനൊരു റിപ്പോർട്ട് എഴുതുക, അല്ലെങ്കിൽ അതെന്താണ്, നമ്മൾ എന്താണ് ഒബ്സർവ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതുമ്പോഴത്തേക്കും നമ്മുടേതായ കുറേ ചിന്താഗതികൾ അല്ലെങ്കിൽ നമ്മുടേതായ കുറേ ആശയങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഒരു ഒബ്സർവേഷൻ കിട്ടുമോ? ഒരിക്കലും ഇല്ല. അപ്പം കൃത്യമായ ഒരു ഒബ്സർവേഷൻ റിസൾട്ട് 100% കൃത്യമാക്കണമെങ്കിൽ അതെങ്ങനെയായിരിക്കണം? സ്പെസിഫിക് ആയിരിക്കണം, സിസ്റ്റമാറ്റിക് ആയിരിക്കണം, ക്വാണ്ടിറ്റേറ്റീവ് ആയിരിക്കണം, അതുപോലെ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്തതോ ആയിരിക്കണം. ടു ഗെറ്റ് റിലയബിൾ റിസൾട്ട്, observation should be either repeated at a number of times or the subject may be observed by a number of observers and the result must be pooled together. അപ്പോൾ എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞാൽ, ഒബ്സർവേഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? ഒരു നിരീക്ഷകൻ തന്നെ ആവർത്തിച്ച് നിരീക്ഷിച്ചതായിരിക്കണം. അതായത് നമ്മൾ ഒരു കുട്ടീനെ അല്ലെങ്കിൽ ഒരു ഇൻസിഡൻറ്റ്, ഒരു ആക്ടിവിറ്റീനെ ഒരു തവണ നിരീക്ഷിച്ചു എന്ന് വിചാരിച്ച് നമുക്ക് കൃത്യമായിട്ട് റിസൾട്ട് കിട്ടുമോ? ഇല്ല. അപ്പോൾ നമ്മളൊരു കുട്ടിയെക്കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ പല സാഹചര്യങ്ങളിൽ, അല്ലെങ്കിൽ ആ കുട്ടി ക്ലാസ്സിൽ എങ്ങനെയാണ്, ക്ലാസ്സിൻ്റെ വെളിയിൽ എങ്ങനെയാണ്, സ്കൂൾ വിട്ടു പോകുന്ന സമയത്ത് എങ്ങനെയാണ്, അല്ലെങ്കിൽ വീട്ടിൽ ചെന്നാൽ എങ്ങനെയാണെന്നൊക്കെ പല പല സാഹചര്യങ്ങളിൽ നമ്മൾ പല തവണ ആവർത്തിച്ച് ഒരു കുട്ടിയെ നിരീക്ഷിച്ചാൽ മാത്രമാണ് കൃത്യമായിട്ടുള്ളൊരു റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ ഒരു വിശ്വാസമായ പ്രസക്തമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ പലതവണ ആവർത്തിച്ച് നിരീക്ഷിക്കണം. അതല്ലെങ്കിൽ ഒരു സന്ദർഭത്തെ പലരും കൂടി നിരീക്ഷിക്കണം. അപ്പോൾ ഒരാൾ നിരീക്ഷിക്കുന്ന പോലെ ആയിരിക്കില്ല അടുത്തയാൾ നിരീക്ഷിക്കുന്നത്. അപ്പം പലരും കൂടി നിരീക്ഷിക്കുകയാണെങ്കിൽ നമുക്കൊരു ഓവറോൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്താണ് ആ ഇൻസിഡൻറ്റ്, എന്താണ്, അല്ലെങ്കിൽ ആ കുട്ടി എങ്ങനെയുള്ള ആളുകളാണെന്നൊക്കെ പല ആളുകളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് അതിനൊരു റിസൾട്ട് ഉണ്ടാക്കുമ്പോൾ അതാണ് ഏറ്റവും വിശ്വാസയോഗ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ഒരു റിസൾട്ട് തരുന്നത്. അപ്പം ഇനി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഒബ്സർവേഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. പാർട്ടിസിപ്പേഷൻ്റെ ബേസിൽ ഒബ്സർവേഷൻ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്നും നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്നും. പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ നിരീക്ഷകൻ്റെ പങ്കാളിത്തത്തോടെ നടക്കുന്ന ഒബ്സർവേഷൻ എന്നും നിരീക്ഷകൻ്റെ പങ്കാളിത്തത്തോടെ അല്ലാതെ നടക്കുന്ന ഒബ്സർവേഷൻ എന്നും. അതുപോലെ തന്നെ ഡയറക്റ്റ് ഒബ്സർവേഷൻ എന്നും ഇൻഡയറക്റ്റ് ഒബ്സർവേഷൻ എന്നും തിരിച്ചിട്ടുണ്ട്. അതായത് പ്രത്യക്ഷ നിരീക്ഷണം എന്നും പരോക്ഷ നിരീക്ഷണം എന്നും തിരിച്ചിരിക്കുന്നു. ദെൻ ബേസ്ഡ് ഓൺ എൻക്വയറി ഒബ്സർവേഷൻ രണ്ടായിട്ട് തിരിച്ചേക്കുന്നതാണ് കൺട്രോൾഡ് ഒബ്സർവേഷൻ ആൻഡ് അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ. അതായത് നിയന്ത്രിത സാഹചര്യത്തിൽ നടക്കുന്ന ഒബ്സർവേഷൻ, അതുപോലെ തന്നെ നിയന്ത്രണ സാഹചര്യത്തിൽ അല്ലാതെ നടക്കുന്ന ഒബ്സർവേഷൻ. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. Participant observation. The observer becomes the part of the group which he wanted to observe. നിരീക്ഷകന്റെ പങ്കാളിത്തത്തോടെ നടക്കുന്ന ഒബ്സർവേഷൻ. അതായത് ഇവിടെ ആരാണോ ഒബ്സർവ് ചെയ്യുന്നത്, അദ്ദേഹം ആരെയാണോ ഒബ്സർവ് ചെയ്യുന്നത് ആ ഗ്രൂപ്പിൻ്റെ തന്നെ ഭാഗമായിക്കൊണ്ട് അവരറിയാണ്ട് തന്നെ അവരെ ഒബ്സർവ് ചെയ്യുന്നതിനെയാണ് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടക്കുകയാണെങ്കിൽ ആ ഗ്രൂപ്പ് ഡിസ്കഷനിൽ നടക്കുന്നതിൻ്റെ ഇടയിൽ അവരെ പോലെ തന്നെ, ഗ്രൂപ്പിലുള്ള ആളുകളെ പോലെ ഒരു മെമ്പറായി തന്നെ ഞാൻ അവിടെ നിന്നും ഒരു കുട്ടീനെയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെയോ ഒബ്സർവ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഞാൻ പുറത്തുനിന്ന് വന്ന ഒരാളാണെന്നല്ലേ, ഞാനൊരു ഒബ്സർവർ ആണെന്നോ അവിടെ ആരും തിരിച്ചറിയുന്ന പോലുമില്ല. അപ്പം എന്തായിരിക്കും സംഭവിക്കുക? അവിടെ ആരൊക്കെയാണോ ഗ്രൂപ്പ് ഡിസ്കഷൻ പങ്കെടുക്കുന്നവർ അവരെല്ലാം എന്താ പറയുന്നത്, ഫ്രീ ആയിട്ട് എല്ലാവരോടും മിങ്കിൾ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് ആ ഗ്രൂപ്പിലുള്ള കുട്ടികളുടെ യഥാർത്ഥത്തിലുള്ള സ്വഭാവം എന്താണെന്ന് നമുക്ക് ആക്ച്വൽ ബിഹേവിയർ എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ട്രിപ്പ് പോവുകയാണെന്ന് വിചാരിക്കുക. നമ്മൾ ട്രിപ്പ് പോകുന്ന സമയത്ത് ഇപ്പോൾ കുട്ടികളുടെ കൂടെ ട്രിപ്പ് പോവാണ്. അപ്പോൾ അവരെ പോലെ തന്നെ അവരുടെ കൂടെ കളിച്ചും ചിരിച്ചും അവരുടെ കൂടെ ഫ്രീ ആയിട്ട് ഇടപെടുമ്പോഴൊക്കെ ഈ കുട്ടികൾ അവരുടെ യഥാർത്ഥ സ്വഭാവം തന്നെ പുറത്ത് കാണിക്കുന്നത്. അപ്പം ഇവർക്ക് ഒരിക്കലും അറിയുന്നില്ല ഞാൻ അവരുടെ സ്വഭാവം എന്താണെന്ന് ഒബ്സർവ് ചെയ്യുന്നുണ്ട് എന്ന ആ ഒരു തിരിച്ചറിവ് അവർക്ക് ഉണ്ടാവാണ്ടിരിക്കുന്നിടത്തോളം അവരവരുടെ ആക്ച്വൽ ബിഹേവിയർ എന്താണെന്ന് കാണിക്കുന്നു. അപ്പം ആ കുട്ടികളുടെ കൂടെ നിന്നുകൊണ്ട് തന്നെ ആരെയാണോ ഒബ്സർവ് ചെയ്യേണ്ടത് അവരുടെ കൂടെ നിന്നുകൊണ്ട് തന്നെ ഒരു ഒബ്സർവ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഒബ്സർവർ ഒബ്സർവ്സ് ദ ഗ്രൂപ്പ് അണ്ടർ സ്റ്റഡി വിത്തൗട്ട് ആക്ച്വലി പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ഇറ്റ്സ് ആക്ടിവിറ്റി. നിരീക്ഷകന്റെ പങ്കാളിത്തത്തോടെ അല്ലാതെ നടക്കുന്ന
ഒബ്സർവേഷൻ. ഇവിടെ ഒബ്സർവർ എന്ന് പറയുന്ന ആളാണ്, അത് മാറി നിന്നിട്ട് ഈ ഗ്രൂപ്പിൽ എന്താ നടക്കുന്നത് അല്ലെങ്കിൽ ആരെയാണോ ഒബ്സർവ് ചെയ്യുന്നത് അവിടെ എന്താ നടക്കുന്നതെന്ന് ദൂരെ നിന്നുകൊണ്ട് മാറി നിന്നുകൊണ്ട് വാച്ച് ചെയ്യുന്നു അല്ലെങ്കിൽ നിരീക്ഷിക്കുന്നു. അപ്പം ഇവിടെ എന്ന് പറയുന്ന ഒരു യഥാർത്ഥത്തിലുള്ള ഒരു ഒബ്സർവേഷൻ അവിടെ നടക്കുന്നുണ്ടോ? കറക്റ്റായിട്ടുള്ള ഒബ്സർവേഷൻ നടക്കുന്നുണ്ടോ? ഇല്ല അല്ലേ. ദൂരെ മാറി നിന്നുകൊണ്ട് തന്നെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. അതായത് ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു സെമിനാർ നടക്കുന്നു, സെമിനാർ കഴിഞ്ഞ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ട്. അപ്പം ഞാനാണ് ആ ഗ്രൂപ്പ് ഡിസ്കഷൻ ലീഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പം ഞാൻ അവിടെ നിന്നിട്ട് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ കൊടുത്തു. അപ്പോൾ ഈ പിള്ളേർ എങ്ങനെയൊക്കെയാണ് ഗ്രൂപ്പ് ഡിസ്കഷനിൽ പങ്കെടുക്കുന്നതെന്ന് ഞാൻ ഓരോ ഗ്രൂപ്പിലെ കുട്ടികളുടെ ദൂരെ നിന്ന് ഒബ്സർവ് ചെയ്യുന്നു. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക? ഒന്നാമത് ഞാൻ ദൂരെ നിന്ന് ഒബ്സർവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ഗ്രൂപ്പിൽ എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നതെന്നുള്ള കാര്യം എനിക്ക് ക്ലിയർ ആയിട്ടൊരു ഐഡിയ ഉണ്ടാകില്ല. അപ്പം അതിനകത്ത് ചില രീതിയിലുള്ള തെറ്റുകൾ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഒബ്സർവർക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റുന്നുള്ളൂ. പിന്നെ അവിടെ നടക്കുന്ന വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എന്താണ്? ഒബ്സർവർ ഒബ്സർവ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പം ഞാൻ അവിടെ നിന്ന് ദൂരെ നിന്ന് ഒബ്സർവ് ചെയ്യുന്നുണ്ടെന്ന് ആ ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് മനസ്സിലാകും. കാരണം ഞാൻ ഒബ്സർവ് ചെയ്യുന്നതെന്ന് അവർക്കറിയാലോ. അപ്പം ഞാൻ ഒബ്സർവ് ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇവരൊരിക്കലും ഇവരുടെ ആക്ച്വൽ ബിഹേവിയർ എന്താണെന്ന് കാണിക്കില്ല. കാരണം ഇവരെപ്പോഴും ഞാൻ നോക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്ന് എൻ്റെ നിരീക്ഷണത്തിലാണല്ലോ എന്നുള്ള ശ്രദ്ധ മൂലം അവർ ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് അത് യഥാർത്ഥത്തിൽ അവരുടെ യഥാർത്ഥ സ്വഭാവം ഒരിക്കലും കാണിക്കില്ല. അപ്പോൾ അവർ യഥാർത്ഥ സ്വഭാവം ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ട് ആയിരിക്കും അതിനകത്ത് പങ്കെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരിക്കലും കുട്ടികളെ യഥാർത്ഥ സ്വഭാവം ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അല്ലെങ്കിൽ ഇപ്പം നമുക്കറിയാലോ ഒരു കോളേജിലോ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ ഒരു പ്രോഗ്രാം നടക്കുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ പാട്ടൊക്കെ ഇട്ട് എല്ലാ കുട്ടികളും ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അവിടെ പ്രിൻസിപ്പൾ ഇല്ലാത്തൊരു സാഹചര്യമായിരിക്കും എന്താ നടക്കുക? എല്ലാ പിള്ളേരും ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കും. പെട്ടെന്ന് പ്രിൻസിപ്പൾ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി അവരവരുടെ യഥാർത്ഥ സ്വഭാവത്തെ ഹൈഡ് ചെയ്ത് വെക്കുന്നു. പെട്ടെന്ന് എല്ലാവരും നല്ല പിള്ളേരായിട്ട് ഡീസൻ്റായിട്ട് ഇരിക്കുന്നു. അപ്പോൾ അവിടെ ആ പ്രിൻസിപ്പൾ വന്ന് ഒബ്സർവ് ചെയ്യുന്നുണ്ടെങ്കിലും കുട്ടികളുടെ യഥാർത്ഥത്തിലുള്ള സ്വഭാവം എന്താണെന്ന് ഒരിക്കലും മനസ്സിലാക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ നോൺ പാർട്ടിസിപ്പൻറ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് എന്താണ്? നിരീക്ഷകൻ്റെ പങ്കാളിത്തത്തോടെ അല്ലാതെ നടക്കുന്നത്, നിരീക്ഷകൻ മാറി നിന്ന് ഒബ്സർവ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? നോൺ പാർട്ടിസിപ്പൻറ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അടുത്ത എന്താണ്? ഡയറക്റ്റ് ഒബ്സർവേഷൻ അല്ലെങ്കിൽ പ്രത്യക്ഷ നിരീക്ഷണ രീതി. ദിസ് മീൻസ് ഒബ്സർവേഷൻ ഓഫ് ആൻ ഈവൻറ്റ് പേഴ്സണലി ബൈ ദ ഒബ്സർവർ വെൻ ഇറ്റ് ടേക്സ് പ്ലേസ്. ഒരു സംഭവം നടക്കുന്ന സമയത്ത് തന്നെ അത് വ്യക്തിപരമായി നിരീക്ഷിക്കുന്നു. അതായത് ഒരു ഈവൻറ്റ് നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് ടീച്ചറിനെ കുട്ടികളെല്ലാം ഒബ്സർവ് ചെയ്യുന്നു. അപ്പം നേരിട്ട് തന്നെ കുട്ടികൾ ഒബ്സർവ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻ്റ് നടക്കുന്ന സമയത്ത് കുട്ടികൾ അത് നേരിട്ട് ഒബ്സർവ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താണ് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് അല്ല അതിൻ്റെ മൂവ്മെൻറ്റ് എന്താണെന്നൊക്കെ കുട്ടികൾ നിരീക്ഷിക്കുന്നു. അപ്പോൾ ഈ നിരീക്ഷണം നടക്കുന്നത് എങ്ങനെയാണ്? ഡയറക്റ്റ് ആയിട്ടാണ് അല്ലേ. അപ്പോൾ എവിടെയാണോ എന്താണോ നമുക്ക് നിരീക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ എവിടെയാണോ നമ്മളുള്ളത് അവിടെ നമ്മുടെ പ്രസൻസിൽ തന്നെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡയറക്റ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ പരോക്ഷ നിരീക്ഷണ രീതി. ദിസ് ഡസ് നോട്ട് ഇൻവോൾവ് ദ ഫിസിക്കൽ പ്രസൻസ് ഓഫ് ദി ഒബ്സർവർ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഫിസിക്കൽ പ്രസൻസ് ഇല്ലല്ലോ, ഒബ്സർവറുടെ ഫിസിക്കൽ പ്രസൻസ് ഇല്ല. അതായത് നിരീക്ഷകന്റെ ശാരീരിക സാന്നിധ്യം ഇവിടെ ഉണ്ടാകുന്നില്ല. അപ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യേണ്ടത്? ആൻഡ് ദ റെക്കോർഡിംഗ് ഈസ് ഡൺ ബൈ മെക്കാനിക്കൽ, ഫോട്ടോഗ്രാഫിക് ഓർ ഇലക്ട്രോണിക് ഡിവൈസ്. അപ്പം ഏതെങ്കിലും ഇലക്ട്രോണിക് ഡിവൈസിൻ്റെ സഹായത്തോടെ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, നമ്മൾ ഏതെങ്കിലും ചാനൽ ഇപ്പോൾ പറഞ്ഞ പോലെ യൂട്യൂബിൽ കൂടി അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് വഴി നമ്മൾ ക്ലാസ് ഒബ്സർവ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഇവിടെ ഒബ്സർവ് ചെയ്യുന്നയാൾ അല്ലെങ്കിൽ ഒബ്സർവർ ഡയറക്റ്റ് അല്ല ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു മാധ്യമം ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു ചാനൽ ഉപയോഗിച്ച് ഒബ്സർവേഷൻ നടക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇൻഡയറക്റ്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലെ വരെയൊക്കെ നമ്മുടെ ക്ലാസ് റൂമുകളിലൊക്കെ നടന്ന ഡയറക്റ്റ് ഒബ്സർവേഷൻ ആണെങ്കിൽ ഇന്ന് നടക്കുന്ന എന്താണ്? ഇൻഡയറക്റ്റ് ഒബ്സർവേഷൻ ആണല്ലേ. ഓൺലൈൻ ക്ലാസ്സുകളിലൊക്കെ ടീച്ചേഴ്സിനെ നേരിട്ട് കാണുന്നുണ്ടോ? ഇല്ല. അപ്പം എന്താ പറയുന്ന ഒരു കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ അല്ലെങ്കിൽ എന്താ പറയുന്നത് ഏതെങ്കിലും ഒരു മാധ്യമത്തിൻ്റെ സഹായത്തോടെ നമ്മൾ ടീച്ചറിനെ ഒബ്സർവ് ചെയ്യുന്നു, സ്റ്റുഡൻസ് ടീച്ചറിനെ ഒബ്സർവ് ചെയ്യുന്നു. എന്തെന്നാ പറയുക? ഇൻഡയറക്റ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നു. Then controlled observation. Controlled observation is carried out either in the laboratory or in the field. It is typified by clear and explicit decisions on what, how and when to observe. കൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു നിയന്ത്രിത സാഹചര്യത്തിൽ നടക്കുന്ന ഒബ്സർവേഷൻ. അപ്പം ഇത് എപ്പോൾ ഒബ്സർവ് ചെയ്യണം അല്ലെങ്കിൽ എന്ത് ഒബ്സർവ് ചെയ്യണം, എങ്ങനെ ഒബ്സർവ് ചെയ്യണം എന്നുള്ള കാര്യത്തിലൊക്കെ കൃത്യമായിട്ട് ഒരു ഐഡിയ ഉണ്ടായിരിക്കും. നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടമുള്ള സ്ഥലത്ത് പോയിട്ട് ഇഷ്ടമുള്ള ഒരാളെ ഒബ്സർവ് ചെയ്യുക അല്ല ചെയ്യേണ്ടത്.
മറിച്ച് ഒരു കൃത്യമായി എല്ലാത്തിനും ഒരു കൃത്യമായ ഉത്തരം ഉണ്ടായിരിക്കണം. എപ്പോൾ, എങ്ങനെ, എന്ത് എന്നുള്ള ഒരു ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായിട്ടൊരു ഉത്തരമുള്ള ഒരു കൺട്രോൾഡ് ആയിട്ടൊരു സാഹചര്യത്തിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. അതായത് ഇന്നിപ്പോൾ നമ്മുടെ കോളേജിൽ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ കോളേജിന് പ്രോഗ്രാമിന് മിനിസ്റ്റർ അറ്റൻഡ് ചെയ്യാനായിട്ട് വന്നു. അപ്പോൾ അറ്റൻഡ് ചെയ്യാനുള്ള പ്രോഗ്രാമിൽ നമുക്ക് ഇഷ്ടമുള്ളിടത്ത് നിന്ന് ആ പ്രോഗ്രാം വാച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിനുള്ള സെക്യൂരിറ്റി എല്ലാം ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു കൺട്രോൾഡ് സിറ്റുവേഷനിൽ നമ്മൾ പോയി അവർ പറയുന്നില്ല, അവരുടെ കൊടുത്തിരിക്കുന്ന ആ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു. അപ്പോൾ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, കൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറയും. ആരൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയന്ത്രണ സാഹചര്യത്തിലല്ലാതെ നടക്കുന്നത്. അപ്പോൾ സാധാരണ നടക്കുന്നതെല്ലാം ദ ഒബ്സർവേഷൻ ഈസ് ഡൺ ഇൻ നാച്ചുറൽ സെറ്റിങ്സ് ആസ് ദേ ഒക്യൂർ സ്പോണ്ടേനിയസ്ലി. നമുക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് എവിടെയെങ്കിലും പോയിരുന്ന് നമ്മുടെ ഒരു എന്താ പറയുന്നത് സാധാരണ രീതിയിൽ നമുക്ക് ഒരു കാര്യം അല്ലെങ്കിൽ ഒരാളെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നതിനാണ് എന്തെന്ന് പറയുന്നത്, അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അതായത് ഇവിടെ എക്സാമ്പിളായിട്ട് തന്നേക്കുന്നതിന് ബോയ്സ് എല്ലാം കൂടെ കൂടി കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പം ഒബ്സർവിങ് ദ ബിഹേവിയർ ഓഫ് ദി ബോയ്സ്. ഇപ്പോൾ അവിടെ ഗ്രൗണ്ടിൽ നടക്കുന്ന ബിഹേവിയർ എന്താണ്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് പെരുമാറണത്, എങ്ങനെ കളിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ ഒബ്സർവ് ചെയ്യുന്നു. അപ്പോൾ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഒബ്സർവേഷൻ, അതായത് നിയന്ത്രിത സാഹചര്യത്തിലല്ലാതെ നടക്കുന്ന ഒബ്സർവേഷൻ. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും 6 തരത്തിലുള്ള ഒബ്സർവേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു അത്? ദെൻ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ, നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ, ഡയറക്റ്റ് ഒബ്സർവേഷൻ, ഇൻഡയറക്റ്റ് ഒബ്സർവേഷൻ, കൺട്രോൾഡ് ഒബ്സർവേഷൻ ആൻഡ് അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ. ഒബ്സർവേഷൻ മെത്തേഡിൻ്റെ മെറിറ്റ് എന്ന് നോക്കാം. ദിസ് മെത്തേഡ്സ് ക്യാൻ ബി യൂസ്ഡ് വിത്ത് ചിൽഡ്രൻ ഓഫ് ഓൾ ഏജ്. അപ്പോൾ ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്ക് വേണമെങ്കിലും നമുക്ക് നിരീക്ഷണ രീതി ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒബ്സർവേഷൻ മെത്തേഡ് ഉപയോഗിച്ച് ഏത് കുട്ടികളെ വേണമെങ്കിലും നമുക്ക് പഠിക്കാനായിട്ട് പറ്റുന്നു. അപ്പോൾ എത്ര ഡീപ്പായിട്ട് പഠിക്കണമെങ്കിലും നമുക്ക് ഒബ്സർവേഷൻ മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എനി സ്പെഷ്യൽ ടൂൾ ഓർ എക്യുപ്മെൻറ്റ്സ്. അപ്പോൾ സ്പെഷ്യലായിട്ട് ഒരു ടൂൾ ഓർ എക്യുപ്മെൻറ്റ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ എന്താണ് ശരിക്കും ഒബ്സർവേഷൻ വേണ്ടത്? ഒരു കൃത്യമായി സ്പെസിഫിക് ആയിരിക്കണം, അതുപോലെ തന്നെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിരിക്കണം, അതുപോലെ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യണം. പക്ഷേ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ടൂളിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ ഒരു എക്യുപ്മെൻറ്റിൻ്റെ ആവശ്യം നമുക്ക് ഒബ്സർവേഷൻ മെത്തേഡിൻ്റെ അത് ഉപയോഗം വരുന്നില്ല. മറ്റൊരു മെറിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അഡാപ്റ്റബിൾ ബോത്ത് ടു ദ ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ്സ്. അപ്പോൾ ഇത് ഇൻഡിവിജ്വലിനും ഗ്രൂപ്പിനും ഉപയോഗിക്കാം. അപ്പോൾ ആര് വേണമെങ്കിലും ഒബ്സർവ് ചെയ്യാം. നമുക്കിപ്പോൾ ഒരു കുട്ടിയെ മാത്രം വേണമെങ്കിൽ ഒബ്സർവ് ചെയ്യാം, ഒരു ക്ലാസ്സിനെ ഒബ്സർവ് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ ഒബ്സർവ് ചെയ്യാം, ഒരു ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ഇൻഡിവിജ്വലിനെ ഒബ്സർവ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഒബ്സർവേഷൻ മെത്തേഡിൻ്റെ മെറിറ്റ് എന്ന് പറയുന്നത്. അപ്പം എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ കുട്ടികളുടെ ബിഹേവിയർ പഠിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ് എന്ത്? ഒബ്സർവേഷൻ മെത്തേഡ് അല്ലെങ്കിൽ നിരീക്ഷണ പഠന രീതി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക കേട്ടോ. താങ്ക് യു.